Good morning, all. Good morning, Miss. Good morning, Miss. Good morning. Okay, കഴിഞ്ഞ ദിവസം നമ്മൾ കൂടുതൽ എടുത്തായിരുന്നോ എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തു പോയി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? എടുത്തു പോയതല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കാത്തതോ ഡൗട്ടായിട്ടൊക്കെ എന്തെങ്കിലും ഉദ്ദേശമൊന്നുമില്ല. അല്ലെ, 2-3-4 പേജുകൾ ഒന്നിച്ച് കവർ ചെയ്ത് പോയി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എന്താ പറയാ, മെറ്റീരിയൽസ് എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ ഇച്ചിരി ടഫ് ആയിട്ടുള്ള 7th മൊഡ്യൂളാണെങ്കിലും 6th മൊഡ്യൂളാണെങ്കിലും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത് ഇത്തിരി സ്പീഡിൽ പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇത്തിരി സ്പീഡിൽ വിട്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം കേട്ടോ. ഇത്ര ദിവസം വരയ്ക്കുന്നൊന്ന് വായിച്ചു പോരാ. നെക്സ്റ്റ് ഡേയിൽ വരുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ ക്ലിയർ അല്ലേ? Clear ആണ് മിസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ എടുത്ത് നിർത്തിയത് എന്താണ്, എവിടെ വരെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിന്റെയൊക്കെ കഴിഞ്ഞു അല്ലെ? അവിടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് തുടങ്ങിയാണ് അല്ലെ? ഓഡിറ്റിംഗ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് തുടങ്ങിയാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമുക്കറിയാം എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനം നല്ല സുഗമമായിട്ട് നടന്നു പോകണമെങ്കിൽ എല്ലാ തരത്തിലുള്ള മേഖലകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം. ഇവിടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, പർച്ചേസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഹോസ്പിറ്റൽസിന് ഒരുപാട് സാധനങ്ങൾ, എക്യുപ്മെന്റ്സും അല്ലെ, ഫർണിച്ചേഴ്സും എല്ലാം തന്നെ നമുക്കറിയാം ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് ആവശ്യാനുസരണം തന്നെ നമുക്കറിയാം അത് പർച്ചേസ് ചെയ്യണം, കീപ്പ് ചെയ്ത് ആവശ്യത്തിന് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്, വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റംസ് ഹോസ്പിറ്റലിൽ ഉപയോഗപ്രദമായി വേണ്ടിയിരിക്കുന്ന വ്യത്യസ്ത വസ്തുക്കള് അത് എത്രത്തോളം പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുക അല്ലെ? പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരുന്നത്. ദ ജോബ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ടു എൻഷുർ, അതെല്ലാം തന്നെ ഉണ്ട് എന്ന് അല്ലെ, അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് തീർച്ചയായിട്ടും മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. നമുക്ക് അതിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ദ സപ്ലൈ ഓഫ് റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. ഓക്കെ, ഒരുപാട് എക്സ്പെൻസ് മുടക്കിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ ഹോസ്പിറ്റലിന് യൂസ് ചെയ്യേണ്ട ആ സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ മതിയായ രീതിയിലുള്ള സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കേ വേണം അല്ലെ? അപ്പൊ മതിയായ രീതിയിലുള്ള ചെലവില് മതിയായ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ കറക്റ്റ് വസ്തുക്കളെല്ലാം സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സോ എങ്കിൽ മാത്രമാണ് വിതരണത്തിന് അത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണോ ആവശ്യം അറ്റ് ടൈമിൽ തന്നെ നമുക്ക് ആ വസ്തുക്കള് ലഭ്യമാകേണ്ടതുണ്ട് അല്ലെ? അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉറപ്പ് വരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് the supply of right thing at the right place at the right time and the right cost. അതിന്റെ വിതരണം ഉറപ്പാക്കുക എന്നുള്ളത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അല്ലെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ, ഇത് ചോദിച്ചു കാണാറുണ്ട്. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ചേക്കാം മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കി അറിയാൻ സാധിക്കും. കറക്റ്റ് പ്ലാനിങ് അവിടെ ആവശ്യമാണ്. ദെൻ എന്താണ് സ്റ്റിക്കിംഗ് ടു ടൈം നീഡ്സ്. ഓക്കെ, പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ടൈമിൽ അവൈലബിൾ ആകണം അല്ലെ? ഇൻ കേസ് കുറച്ച് ടൈം വേരിയേഷൻ അല്ലെ, കുറച്ച് ടൈം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസത്തെ കാലതാമസം മാത്രം വരെയുണ്ടെങ്കിലും ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അത് നന്നായിട്ട് ബാധിക്കും. കാരണം
ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും പാടില്ല. കാരണം ഒന്നിനെ തടസ്സം സംഭവിച്ചാൽ മറ്റൊന്നിനെ അത് എഫക്ട് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നല്ല ബെറ്റർ സർവീസ് കാഴ്ചവെക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും നേരിടാൻ പാടില്ല. അപ്പോ കറക്റ്റ് ടൈമിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകണം. ദെൻ കറക്റ്റ് പർച്ചേസിങ് പ്രൊസീജിയർ. ഓക്കെ, നമുക്കറിയാം പർച്ചേസിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതായത് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം കുറച്ച് ഷോർട്ടേജ് വരുമ്പോഴേ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു നേച്ചർ ആയിരിക്കും ഹോസ്പിറ്റലൊക്കെ ഫോളോ ചെയ്തു പോകുന്നത്. കാരണം ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് അല്ലെ. എല്ലാം തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ അതനുസരിച്ചിട്ട് മുൻകൂട്ടി ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രീതി, പർച്ചേസ് ചെയ്യുന്ന രീതി ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തു പോകും. സോ ആ കറക്റ്റ് പർച്ചേസിങ് പ്രൊസീജിയറിൽ തന്നെ ഇത് നടപ്പാക്കി പോകണം. സ്റ്റാൻഡർഡൈസേഷൻ, നമുക്കറിയാം ചില മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലെ. ഇത്രയും സംഭവങ്ങളൊക്കെ അത്യാവശ്യം കാലാവധി പഴക്കങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അത് സപ്ലൈ ചെയ്ത് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനെ പിന്നെ ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ കീപ്പ് ചെയ്ത് അല്ലെ, എന്ത് മാനദണ്ഡമാണോ കീപ്പ് ചെയ്ത് പർച്ചേസ് ചെയ്ത് വെക്കുന്നത് ആ രീതി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്, ഓക്കെ, നമുക്കറിയാം എല്ലാത്തിനും ഒരു കൺട്രോളിങ് വേണം അല്ലെ. ഇൻ കേസ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായല്ലോ എന്നുള്ളത് കൊണ്ട് അധികമായിട്ട് മേടിച്ചു വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഉപയോഗത്തിനനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ. നമുക്കറിയാം അവിടെ ടൈം പീരീഡിനൊക്കെ വേരിയേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് യൂസ്ലെസ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊരു കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിംഗ് പവറൊക്കെ ആ ഒരു സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോകണം. ഡോക്യുമെന്റേഷൻ, തീർച്ചയായിട്ടും നമുക്കറിയാം നിയമപരമായ രീതിയിൽ നടപടികൾ അല്ലെ, എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായ ഡേറ്റും അല്ലെങ്കിൽ പർച്ചേസ് റേറ്റും അല്ലെ, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വേണമെങ്കിൽ മാനുഫാക്ചറിങ് അവിടെ എന്താണ് ഡയറക്ടേഴ്സ് എന്താണ് ഇതിന്റെ യൂസേജിനെ കുറിച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കുന്നുണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമായിട്ടുണ്ട് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അതിനനുസരിച്ചിട്ട് തന്നെ എന്താണോ രീതി ആ രീതിക്ക് അനുസരിച്ചിട്ട് തന്നെ ഡോക്യുമെന്റ് വർക്കുകളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരിക്കണം എന്താണ് നമ്മുടെ മാനേജ്മെന്റ്, ഏത് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. ഓക്കെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓക്കെ ആണോ? മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതായത് ജസ്റ്റ് മനസ്സിലാക്കുക, കറക്റ്റ് രീതിയിൽ തന്നെ സംഭവങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അത് ഉറപ്പാക്കി പോകണം അല്ലെ. അത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ അവൈലബിൾ ആക്കത്തക്ക വിധത്തിൽ അത് സ്റ്റോർ ചെയ്ത് പോകേണ്ടതുണ്ട്. സോ സപ്ലൈ ഇതിന്റെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒക്കെ ചാപ്റ്റർ ധാരാളം നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. സോ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. ഇതില് ആ ഒരു പൊസിഷൻ കൂടി നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോയാലാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. ഒരു ലാസ്റ്റ് എന്നെണ്ണം അല്ലെ മാനേജ്മെന്റ് ഇതില് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാനേജ്മെന്റ് അല്ലെ പേഴ്സണാലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നു. ഇല്ല, ടൈം മാനേജ്മെന്റിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടൈമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ടൈം മാനേജ്മെന്റ് is the process of organizing, planning how to divide your time between different activities. ഓക്കെ, നമുക്കറിയാം ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചു, നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള അല്ലെ ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവും. അതില് പ്രയോറിറ്റി കൊടുക്കുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം അല്ലെ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒന്നിലധികം ഡ്യൂട്ടീസുകൾ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യണം. അതായത് നമുക്കറിയാം ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനുശേഷം നെക്സ്റ്റ് വരുന്ന കാര്യത്തിന് അല്ലെ പ്രാധാന്യം കൊടുക്കുക. ക്വിക്കായിട്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കറിയാം എപ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യം എല്ലാത്തിനും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി പ്രാധാന്യം അർഹിക്കുന്നത് എന്തോ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ ടൈം കീപ്പിങ്ങിനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം മാനേജ്മെന്റ് is the process of organizing and planning how to divide your time between different activities. അല്ലെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയത്തെ എങ്ങനെയാണോ മാറ്റി വെക്കുക അല്ലെ, ഓരോന്നിനും എങ്ങനെ ഏത് രീതിയിലാണ് അത് മാറ്റി കൊടുക്കുക, ഏതിനാണോ എന്താണ് മുൻകൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ
പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്ത് അത് സംഘടിപ്പിച്ച് ആ പ്രോസസ്സ് നിർവഹിച്ച് നെക്സ്റ്റ് ഡ്യൂട്ടിയിലേക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് എടുക്കുന്ന ആ സമയത്തിനെ നല്ല രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്ത് പ്രവർത്തനങ്ങൾ കൃത്യമായ സമയക്രമത്തിൽ തന്നെ നിർവഹിച്ചു പോകുന്നതിനെയാണ് ഇത് പറയുന്നത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാതെ നമുക്കറിയാം ഇതൊരു വ്യക്തികൾക്കാണെങ്കിലും നമുക്കറിയാം പരീക്ഷ എക്സാം ടൈമുകളിലൊക്കെ ഒരു ടൈം മാനേജ്മെന്റ് ടൈം ടേബിൾ ഒക്കെ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ടൈം ടേബിൾ ഒന്നും കീപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാം കവർ ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. എന്ന് പറഞ്ഞ മാതിരി എല്ലാ കാര്യത്തിനും അതെ, ഹോസ്പിറ്റലിലാണെങ്കിലും അതെ, പ്രവർത്തനത്തിന് ഒരു കൃത്യമായിട്ടുള്ള ടൈമിംഗ് അറേഞ്ച്മെന്റ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. 6 steps in better time management. ഇവിടെ പറയുന്നുണ്ട് 6 സ്റ്റെപ്സുകളാണ് ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് തിങ്സ് ടേക്ക്. ഓക്കെ, നമുക്കറിയാം കാര്യങ്ങൾ എത്ര സമയത്ത് ചെയ്തെടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. It can be helpful for you to track your time for a while, so that you can establish how much time you spend on different activities. ഓക്കെ, നമുക്ക് ഓരോന്നിനും എത്ര സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഓരോന്നിനും ഇന്ത്യയിൽ സമയം കൊടുക്കാനായിട്ട് സാധിക്കുമെന്നറിയാം അല്ലെ. നമ്മുടെ മുമ്പില് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിലും അത് ഓരോന്നും ചെയ്യുന്നതിന് ഇത്ര സമയം ആവശ്യമാണെന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അതനുസരിച്ചിട്ട് നമുക്ക് ക്രമീകരണം നടത്താനായിട്ട് സാധിക്കും ഇല്ലേ? അങ്ങനെ സാധിക്കില്ലേ? എത്രത്തോളം സമയം ആവശ്യമുണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ക്രമീകരിക്കാനും പറ്റാതെ വരും അല്ലെ. അപ്പൊ ഒരു ആക്ച്വലി നമ്മൾ വേണ്ടത് ഓരോ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമുക്കറിയാം ഡിഫറെന്റ് ആക്ടിവിറ്റീസിന് നമ്മൾ ഓരോ സമയങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക സെറ്റ് പ്രയോറിറ്റീസ്. ഓരോന്നും ചെയ്യുന്നതിന് ഇത്ര സമയം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ചെയ്യാതെ വെക്കുന്നു. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനം എന്താണോ അല്ലെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഒരുപാട് ഡ്യൂട്ടി വരുന്ന മാത്രമല്ല, നഴ്സുമാരുടെ അടുത്ത് ഒരുപാട് ഡ്യൂട്ടി വരുന്നുണ്ട്. സോ ഏത് ഡ്യൂട്ടിയിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവരിൽ ഏതാണോ പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർ ആദ്യം ഡ്യൂട്ടി ചെയ്യുന്നത്. സോ ടൈം മാനേജ്മെന്റിലും അത് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ പ്രയോറിറ്റി ഉള്ള വർക്ക് എന്താണോ അതിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നു. ദെൻ തേർഡ് വൺ പറയുന്നത് പ്ലാനിങ് ഫോർ. ഓക്കെ, മതിയായ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഈ പറഞ്ഞ മാതിരി ഈ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇത്ര സമയം എടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ അത് മനസ്സിലാക്കി എടുക്കാം. നെക്സ്റ്റ് പേഴ്സണൽ പെർഫോമൻസ് കർവ്. ഓക്കെ, നമുക്കറിയാം വ്യക്തിയുടെ അല്ലെ അവിടെ എത്രത്തോളം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ, അതിന്റെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക് എങ്ങനെ എത്രത്തോളം കൈകാര്യം ചെയ്ത് പോകാം എന്നുള്ള പ്രകടന കർവ് അല്ലെ, അതിന്റെ ആ ഒരു തലം മനസ്സിലാക്കി എടുക്കുക. ചിലർക്ക് ഈ പറഞ്ഞ സ്പീഡ് കുറവായിരിക്കാം, ചിലർക്ക് ഈ ടൈമിനുള്ളിൽ സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then break your projects down into small steps. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കാതെ അല്ലെ, മറ്റുള്ളവർക്കൊക്കെ കുറച്ച് പങ്കിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ആദ്യം ചെയ്ത് തീർക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ബ്രേക്ക് ആക്കി ആ പ്രൊജക്റ്റിനെ ഫുള്ളാക്കി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശരിക്ക് പ്രൊജക്റ്റ് എന്താ പറയുക ഒരു നീണ്ടകാല പദ്ധതിയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാതെ ആ വലിയൊരു പദ്ധതിയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിന് ചിലപ്പോൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഓരോരോ മേഖല ഇന്ത്യന്റെ താല്പര്യത്തിലിരിക്കാം, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യന്റെ വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ക്രമീകരിച്ച് അത് കൈകാര്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറയുന്നത് വിലയിരുത്തുക. ഇത് ടൈം കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാം നേരത്തെ കൂടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്ര ടൈം വേണമെന്നൊക്കെ കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ ആണെങ്കിലും ഒരു കൺട്രോളിങ് വേണം അല്ലെ, ഈ ടൈമിനുള്ളിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ വിലയിരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വിലയിരുത്തിയാൽ മാത്രമാണ് ഈ ടൈമിനുള്ളിൽ ഇത് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടും കറക്ഷൻ നടപടികൾ വേണമെങ്കിൽ നടപ്പാക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് 6 സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ
എന്ത് ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോഴല്ലേ രാവിലെ എണീക്കുമ്പോൾ മുതലേ നമ്മളുടെ ഡ്യൂട്ടികൾ എങ്ങനെ ക്രമീകരിക്കുക, അത് ചെയ്യാൻ ഇന്ന ടൈം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനാണ് പ്രാധാന്യം, അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. വലിയ വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ അത് മാത്രമല്ല, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ വാലുവേഷനും നമുക്കറിയാം, ഹോസ്പിറ്റലിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പ്രോപ്പറായിട്ട് ചെയ്ത് പോയില്ലെങ്കിൽ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. സോ അത് ഇവാലുവേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ണോ ക്ലിയർ അല്ലേ? കണ്ടിന്യൂസ് ചെയ്ത് പോകാനോ? ഇതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ്. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റും സേഫ്റ്റിയും എന്താണെന്നുള്ളത് സുരക്ഷാ കാര്യങ്ങളും അതേപോലെ തന്നെ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതില് നമുക്ക് എന്താണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് ഫെസിലിറ്റി മാനേജ്മെന്റ്. Facility management is the daily operations necessary to ensure a physical environment supports an organization's need and core function. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും അല്ലെ, അത് നല്ല രീതിയിൽ നിർവഹിക്കണമെങ്കിൽ ആരെങ്കിലൊക്കെ സപ്പോർട്ട് വേണം അല്ലെ. എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് മാത്രമാണ് നല്ല രീതിയിൽ ഓർഗനൈസേഷന് ഗോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ മാതിരി ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാരെല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെ. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും വർക്കേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മേധാക്കം വഹിക്കുന്ന സൂപ്പർവൈസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഡെയിലി ആക്ടിവിറ്റീസ്, ഡെയിലി ഓപ്പറേഷൻസ്, ഡെയിലി പ്രവർത്തനങ്ങൾ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും അവിടെ ആവശ്യമാണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് ഈസ് ദ ഡെയിലി ഓപ്പറേഷൻസ് necessary to ensure the physical environment support and organization's needs and core function അല്ലെ. അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അല്ലെ, നമുക്കറിയാം ഓരോ വർക്കേഴ്സും അവരുടെ ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അവരുടെ സ്കിൽ നോളജ് വെച്ചിട്ടാണ് അവരുടെ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പ്രദാനം ചെയ്യേണ്ടത്, ആ സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്തുണയായിട്ട് ഫിസിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യുന്നത് ഫിസിക്കൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഫിസിക്കൽ മാനേജ്മെന്റ് ഇസ് ദ ഡെയിലി ഓപ്പറേഷൻ നെസസറി ടു എൻഷുർ ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട്സ്. അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഫിസിക്കൽ എൻവയോൺമെന്റൽ സപ്പോർട്ടുകൾ പ്രദാനം ചെയ്യുന്ന മാനേജ്മെന്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ആവശ്യം അനുസരിച്ചിട്ട് ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്? മസ്റ്റായിട്ട് മനസ്സിലാക്കുക അല്ലെ. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെയിലി ഓപ്പറേഷൻ നെസസറി ടു എൻഷുർ എ ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട് ആൻഡ് ഓർഗനൈസേഷൻസ് നീഡ് ആൻഡ് കോർ ഫങ്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ ഫെസിലിറ്റി management is essential for medical facilities and to ensure service requisites are provided efficiently and quickly to maintain operations without intermission. Okay, നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ അവിടെ എന്താണ് അവിടെ മെഡിക്കൽ ആയിട്ടുള്ള സേവനങ്ങൾ അവിടെ പ്രദാനം ചെയ്തു പോകണമെങ്കിൽ അവിടെ എന്താണ് യാതൊരു തടസ്സവും ഇല്ലാതെ അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഫെസിലിറ്റി തലത്തിൽ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉറപ്പാക്കി കൊടുക്കുക, അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ഹെൽത്ത് കെയർ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ടു എൻഷുർ സർവീസ് റിക്വസിറ്റ്സ് ആർ പ്രൊവൈഡഡ് എഫിഷ്യന്റ്ലി ആൻഡ് ക്വിക്ക്ലി അല്ലെ. അവിടെ പറയുന്നത് ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിലും പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യണം.
ഓക്കെ, എങ്കിൽ മാത്രമാണ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ക്വിക്കായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. Then effective hospitals and healthcare facilities are crucial to fulfill the needs of the people. തീർച്ചയായിട്ടും നമുക്കറിയാം, ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ നല്ല ഈ പറഞ്ഞ മാതിരി ഫെസിലിറ്റി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ആവശ്യങ്ങളെല്ലാം അതെ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹൗ ഈസ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഡൺ ഇൻ എ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അത് എങ്ങനെയൊക്കെയാണ് കാര്യനിർവഹണം നിർവഹിക്കാനായിട്ട് സാധിക്കണേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. This is dirt machine maintenance and asset tracking features. Okay, നമുക്കറിയാം എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ആവശ്യമാണെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഴ്സുമാര് അല്ലെങ്കിൽ മറ്റു ഹ്യൂമൻ റിസോഴ്സസ് അവരവരുടെ സ്കില്ലും നോളജും ഉപയോഗിച്ചിട്ട് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ കാര്യനിർവഹണത്തിന് ചിലപ്പോൾ മെഷീന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരാം. അല്ലെ, ആവശ്യമായിട്ട് വരില്ലേ? വരുമോ? ആവശ്യമായിട്ട് വരും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇതിലേക്ക് അത് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രാക്ക് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് തന്നെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓൾ ദ മേജർ എക്യുപ്മെന്റ് ഫെസിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആർ മോണിറ്റർഡ് ത്രൂ ദിസ് ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ സോഫ്റ്റ്വെയർ അതിനനുസരിച്ചിട്ടുള്ള നമുക്കറിയാം ടെക്നിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരതെല്ലാം കീപ്പ് അല്ലെ അതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയറിൽ തീർച്ചയായിട്ടും ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സംഭവം വേണം, ഇന്ന എക്യുപ്മെന്റ് വേണം, ഇന്ന അല്ലെ ഒരു മെഷീന്റെ ആവശ്യമുണ്ട് അല്ലെ, അങ്ങനെ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് അത് അവിടെ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് അതിന്റെ ആ ട്രാക്ക് അല്ലെ ആ സുഗമമായിട്ടുള്ള വഴി കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് ഫെസിലിറ്റി മാനേജർ അല്ലെ ഏബിൾ ആയിരിക്കാം. സോ അവിടെ എടുത്തു പറയാണ് ഓൾ ദ മേജർ എക്യുപ്മെന്റ് അല്ലെ പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് ഫെസിലിറ്റീസ് എന്തെങ്കിലും സൗകര്യങ്ങള് ആൻഡ് അസറ്റ്സ് എന്തെങ്കിലും ഈ പറഞ്ഞ മൂല്യമായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും അവിടെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അത് മോണിറ്റേർഡ് ത്രൂ ദിസ് ഫെസിലിറ്റി മാനേജർ സോഫ്റ്റ്വെയർ അതെല്ലാം അടിസ്ഥാനപരമായി തന്നെ എന്താണ് ഫെസിലിറ്റി മാനേജർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതെല്ലാം അവിടെ അവൈലബിൾ ആക്കി ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തെങ്കിലും ഇന്നും ഒരു ഷോർട്ടേജ് വരാതെ തന്നെ അത് കൃത്യമായിട്ട് ലഭ്യമാക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കി പോകേണ്ടതാണ്. The healthcare facility provider keep track of all the resources and its availability and stays prepared for any emergency. നമുക്കറിയാം ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിലും ചിലപ്പോ മിക്കവാറും ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് അനുയോജ്യമായ രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ നമുക്കറിയാം അവിടേക്ക് ചിലപ്പോൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ ട്രാക്ക് ഏതെങ്കിലുമൊക്കെ മാർക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ ഇന്ന സമയത്ത് തന്നെ ആ ഒരു സംഭവങ്ങള് അല്ലെ അതിന്റെ മെഷീനോ എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ഫെസിലിറ്റി ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ എത്തിക്കേണ്ടി വരുന്നത്. സോ അറ്റ് ടൈമിൽ തന്നെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ ട്രാക്കുകളൊക്കെ ഒരുക്കി കൊടുക്കുക. ഓക്കെ, ഇൻ കേസ് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ അതിന്റെ ഒഴുക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവര് എടുക്കണം അല്ലെ. എമർജൻസിക്ക് എന്താണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആവുകയും വേണം, അവിടെ എത്തിക്കാനായിട്ടുള്ള ട്രാക്ക് സുഗമമാക്കി ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് പറയുന്നുണ്ട്. അവിടെ ചെറിയ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. ഓക്കെ, നിലനിർത്തിക്കൊണ്ട് മതിയായ രീതിയിൽ ഫെസിലിറ്റീസ് നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി അല്ലെ, അതായത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കറിയാം ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലൊക്കെ അവൈലബിൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടെക്നോളജി നമുക്കറിയാം സോഫ്റ്റ്വെയറിൽ അത് കൃത്യമായിട്ട് തന്നെ എന്താണ് അത് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി സ്ട്രീം ലൈനിങ് പ്രോസസ്സ് ചിലതൊക്കെ ചിലപ്പോൾ വളരെ അർജന്റ് ടൈമിങ് ആവശ്യമായിരിക്കും അല്ലെ, അപ്പൊ ക്വിക്കായിട്ട് തന്നെ അവിടെ എത്തിക്കേണ്ടതുണ്ടാവും. അതനുസരിച്ചിട്ടൊക്കെയുള്ള രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സപ്പോർട്ടിങ് പീപ്പിൾസ് ചില പീപ്പിൾസിലേക്ക് ചില കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. ചിലപ്പോൾ അത് എത്തിക്കാനായിട്ട് പീപ്പിൾസിന്റെയും കൂടെ സഹായം ആവശ്യമായിട്ട് വരാം.
എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഇൻ കേസ് സ്ട്രക്ചർ, വീൽചെയർ, ഇതൊക്കെ നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളാണ് രോഗികളെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പീപ്പിളിന്റെയും കൂടിയും ഹെൽപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. സപ്പോർട്ടിങ് പീപ്പിളിന്റെയും കൂടി ആവശ്യമാണ്. അതൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാനേജിങ് പ്രൊജക്ട്സ്, ഓക്കെ, എല്ലാ പ്രൊജക്ടുകളും എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ റൈറ്റർ ചെയ്ത് നിരീക്ഷിച്ചു പോയാൽ മാത്രമാണ് യാതൊരു തടസ്സമില്ലാതെ അത് ആ ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ ആഗ്രഹിക്കുന്ന വിധത്തെ അവൈലബിൾ ആക്കി വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഒരു ചെറിയ ഒരു ഡയഗ്രാം കൂടെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഓക്കെ, അത് ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് ചോദിക്കുന്നത്. ജസ്റ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും നോക്കിയിട്ട് പോവുക. Maintaining and optimizing facilities, integrating technology, streamlining process, managing projects, and supporting people. Okay. ഇനി നമുക്ക് ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി സുരക്ഷാ കാര്യങ്ങളിൽ ഇത് എന്താണ് പ്രധാനം ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഹോസ്പിറ്റലിലെ വർക്കേഴ്സ്, ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിലും കസ്റ്റമേഴ്സ് അല്ലെ, ഈ പറഞ്ഞ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവരെല്ലാം അവരുടെ ജീവനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെ. അപ്പൊ ഈ സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്താനും ഈ ഫെസിലിറ്റി മാനേജർ തയ്യാറാകേണ്ട കാര്യങ്ങളുണ്ട്. എഫിഷ്യന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ആസ് it have to protect everyone that use a facility from hazards. അപകടം നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കി അല്ലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള കരുതലോട് കൂടിയിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ അല്ലെ. കാരണം നമുക്കറിയാം അവിടെയുള്ള എല്ലാ ജീവനും വിലപ്പെട്ടതാണ് അല്ലെ. പേഷ്യൻസ് ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും എല്ലാം വിലപ്പെട്ടതാണ്. സോ അപകടത്തിൽ നിന്നും അല്ലെ മുൻകരുതൽ എടുക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് അത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ പറയാണ് എഫിഷ്യന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്. as it have to protect everyone that use a facility from hazards. ഏത് ഫെസിലിറ്റീസ് ഏത് സൗകര്യങ്ങളും ഏത് പീപ്പിൾസ് ഏത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് എങ്കിലും ഉപയോഗിക്കണമെങ്കിലും അവർക്കെല്ലാം സംരക്ഷണം കൂടി ഉറപ്പാക്കാനായിട്ട് സേഫ്റ്റി മാനേജ്മെന്റ് എന്താണ് അതിന്റെ റിസ്കും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഇൻ ഫെസിലിറ്റി മാനേജ്മെന്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അപ്പൊ അതനുസരിച്ചിട്ട് നോക്കാനായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. Conducting effective health and safety risk assessments are necessary for adequately identifying hazards or areas of risk, removing or reducing the hazard or risk, putting in place appropriate safety measures and procedure, and informing and training staff in those measures. Okay, നമ്മൾ ഈ പറഞ്ഞ സുരക്ഷാ കാര്യങ്ങൾ എടുത്ത് നോക്കിയാണെങ്കിൽ ആദ്യമേ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്തു പോകണം അല്ലെ. അവിടെ conducting effective health and safety risk assessment are necessary for adequately identifying hazards. അല്ലെ, എന്താണ് അപകടം പിടിച്ച കാര്യങ്ങൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. നമുക്കറിയാം സെക്യൂരിറ്റികളാണെങ്കിൽ അല്ലെ അവിടെ കൃത്യമായിട്ട് എന്താണ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന കാര്യങ്ങൾക്കൊക്കെ സുരക്ഷിതം ആവശ്യമാണ്. ഇന്ന മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ന റിസ്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ട് തന്നെ അതെ മതിയായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആവശ്യമാണ്. റിമൂവിങ് ഓർ റെഡ്യൂസിങ് ദ ഹാസാർഡ്സ് ഓർ റിസ്ക്. പ്രധാനമായിട്ട് നമുക്കറിയാം എന്തെങ്കിലും ഹസാർഡ്സ് അപകടങ്ങൾ ഉണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കി കളയാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വരിക അല്ലെ. അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ ഉപയോഗത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് ലഘൂകരിക്കാനായിട്ടെങ്കിലും ശ്രമിക്കേണ്ടതുണ്ട്. Putting in place appropriate safety measures. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഫെസിലിറ്റികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അപകടാവസ്ഥ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അല്ലെ മുന്നറിയിപ്പ്
അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പ് ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ രോഗികൾക്ക് നമ്മൾ എന്താണ് അവരുടെ അപകട നിലയിലേക്ക് എത്തുമ്പോൾ അല്ലെ പലതരത്തിലുള്ള സൗണ്ടുകൾ നമുക്കറിയാം. അത് തന്നെ നമ്മൾ HL പഠിച്ചതാണ്. അപ്പൊ ആ മെഷീൻസ് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇന്ന മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് അപകടാവസ്ഥയിൽ എത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ചാപ്റ്റർ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ എക്യുപ്മെന്റ്സിൽ തന്നെ ഇന്ന റിസ്കുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വൈബ്രേഷനോ അലാംസോ ഒക്കെ സെറ്റ് ചെയ്യും. സോ അതനുസരിച്ചിട്ട് അപ്പൊ മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അത് ഉപയോഗിക്കുന്നവർക്കും അല്ലെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ലെവലിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനനുസരിച്ചുള്ള അപ്ലിക്കേഷൻസ് അവിടെ എടുക്കും അല്ലെ. പുട്ടിങ് ഇൻ പ്ലേസ് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി മെഷേഴ്സ്, അത് അളക്കാനായിട്ടുള്ള മെഷേഴ്സുകളൊക്കെ അവിടെ സ്ഥാപിച്ചു പോകണം. അതിന്റെ പ്രൊസീജിയേഴ്സ് അതിനനുസരിച്ചുള്ള നടപടി ക്രമങ്ങളൊക്കെ സ്വീകരിക്കണം. ആൻഡ് ഇൻഫോമിംഗ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫിംഗ് ദോസ് മെഷേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവര് ചിലപ്പോൾ അതിന്റെ ഉപയോഗങ്ങളായിരിക്കും പേഷ്യൻസിലേക്ക് കൊടുക്കുന്നത്. മെഷീനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ കുറച്ച് ഈ പറഞ്ഞ മാതിരി റിസ്ക് വരുന്ന കാര്യങ്ങളൊന്നും അതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ അറിയണമെന്നില്ല. സോ അതനുസരിച്ചുള്ള ട്രെയിനിങ് പേഴ്സൺസ് ആയിരിക്കണം അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. സോ അതനുസരിച്ചിട്ട് അത് മെഷർ ചെയ്ത് ഓക്കെ പരിഹരിക്കേണ്ടത് എന്തെങ്കിൽ പരിഹരിച്ച് അതിനനുസരിച്ചിട്ട് കൂടുതൽ നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷനായിട്ട് എക്യുപ്മെന്റ്സും മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് സ്ഥാപിക്കേണ്ടതും ആവശ്യമാണ്. സോ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്, ഒപ്പം തന്നെ അല്ലെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന പേഷ്യൻസും ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അല്ലെ അതിൻ്റെതായിട്ടുള്ള ഹസാർഡ്സുകൾ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ കൂട്ടി കൈകാര്യം ചെയ്യാനായിട്ടുള്ള അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്കി ലഭ്യമാക്കേണ്ടത് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ധർമ്മമാണ്. ചെയ്യണോ? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പേഴ്സൺസിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നമ്മൾ പറഞ്ഞു ആരെങ്കിലൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അല്ലെ, ഫിസിക്കൽ സപ്പോർട്ടൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുണ്ട് അല്ലെ. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരൊറ്റ അതിലേക്ക് കൊടുക്കുകയല്ല, നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ഡ്യൂട്ടി നിർവഹണത്തിന് അതിൻ്റെതായിട്ടുള്ള പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അവർക്കൊക്കെയാണ് ഇതിന്റെയൊക്കെ ചുമതലകൾ ഉണ്ടാവും അല്ലെ. പേഴ്സണൽ റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഈ സൗകര്യ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിൽ ഉൾപ്പെടുന്ന പേഴ്സൺസ് ഒക്കെ ആരൊക്കെയാന്ന് നോക്കാം. ഡയറക്ടേഴ്സ്, റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഓക്കെ, ഇവരൊക്കെയാണ് ഇതിനനുസരിച്ചുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ് എടുക്കുകയും അതിനനുസരിച്ചുള്ള മുൻകരുതലും അവരുടെ ട്രാക്കൊക്കെ സുഗമമാക്കി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പേഴ്സൺസുകളൊക്കെയാണ് അല്ലെ. അവരാണ് കൃത്യമായിട്ട് തന്നെ ഇതെല്ലാം ഏകോപിച്ച് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് ഒക്കെ സുഗമപ്രദമാക്കിയിട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ ആ പേഴ്സൺസിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡയറക്ടേഴ്സ്, റിസ്ക് മാനേജേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഇവരെല്ലാമാണ് പേഴ്സണൽ റെസ്പോൺസിബിൾ പേഴ്സൺസ് ഫോർ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നുള്ളതൊക്കെ? ാണ് നമുക്കിത് വിളിച്ചങ്ങനെ പോവാം. കാരണം ബൈഹാർട്ടൊന്നും പഠിക്കാൻ മനസ്സിലാക്കി തന്നെ പോവാം. നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എന്താ പറയാ ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല, എങ്കിലും ഓരോ മൊഡ്യൂളിൽ പ്ലേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരും. വളരെ ഹാർട്ടായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ ആണ്. ഓക്കെ, നമുക്ക് റേഷ്യൻ ഒക്കെ ഉണ്ടാകില്ല, തീർച്ചയായിട്ടും നമുക്കൊന്നും കൂടി ഒന്ന്
റിവൈസ് ചെയ്ത് പരമാവധി സ്പീഡിൽ തീർക്കാൻ നോക്കാം. റിവൈസ് ചെയ്യുന്ന ടൈമുകളിലൊക്കെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് വ്യാവസായിക ശുചിത്വം അല്ലെ? ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ? ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലേ ആണോ? എത്തിക്സിലാണെന്ന് തോന്നുന്നു അല്ലെ നമ്മൾ പഠിച്ചത്? എത്തിക്സില് പഠിച്ചില്ലേ? ഇൻഡസ്ട്രിയൽ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അല്ലെ? വ്യവസായ സംരംഭം തന്നെയാണ്. സോ നമുക്കറിയാം ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ, അവിടെ ശുചിത്വം അവിടെ ആവശ്യമാണ്. വ്യവസായ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാറുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ശുചിത്വം എന്ന് പറയുന്ന കാര്യവും ഈ പറഞ്ഞ മാത്രമേ നമുക്ക് അല്ലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകട സാധ്യതകളൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. സോ നമുക്ക് ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇസ് ദ സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ്, റെക്കഗ്നൈസിംഗ്, ഇവാലുവേറ്റിംഗ് and controlling workplace conditions that may cause workers injury or illness. Okay, അപ്പൊ അവിടെ പറയുന്നതാണ് മുൻകൂട്ടി നമ്മൾ ഇതെല്ലാം കാണണം അല്ലെ? ഒരു നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ശുചിത്വ കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി കാണുകയും അംഗീകരിക്കുകയും അത് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. കാരണം അതല്ല എങ്കിൽ അസുഖങ്ങൾ വരാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് യൂസ് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ടു detect the extent of worker exposure and employee engineering, work practice controls and other methods to control the potential health hazards. Okay, നമുക്കറിയാം എപ്പോഴും അല്ലെ ശരി നമ്മളുടെ അപകടാവസ്ഥകള് ഉണ്ടാവാൻ സാധ്യതകളുള്ള മേഖലയാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ നമ്മൾ സജീവമായിട്ട് തന്നെ ആ ഹെൽത്തിന്, ആരോഗ്യത്തിന്, അപകടങ്ങളെയൊക്കെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അല്ലെ? എവിടെയും ഒരു വർക്ക് പ്രാക്ടീസ് കൊടുക്കുമ്പോഴും അല്ലെ ഒരു ഡ്യൂട്ടികളുടെ പ്രാക്ടീസ് കൊടുക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള ഒരു കൺട്രോളിങ്ങോട് കൂടിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള ഒരു രീതി, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? എല്ലാ മേഖലകളിലും അതെ നമുക്കറിയാം അതിനനുസരിച്ചുള്ള കൺട്രോളിങ് കൊടുത്തിട്ടാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് ഈ വേസ്റ്റുകളൊന്നും അവിടെ എവിടെയൊന്നും ആവാതെ അല്ലെങ്കിൽ അണുക്കളൊന്നും പറ്റിപ്പിടിച്ചിരിക്കാതെ തന്നെ ഹോസ്പിറ്റലിന് സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതല്ല എങ്കിലും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻസ് യൂസ് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് അല്ലെ? അവിടെ എല്ലാ രീതിയിലും നമുക്കറിയാം ചുറ്റുപാടും ഇങ്ങനെ നിരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് അല്ലെ? നമ്മള് പല രീതിയിലുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള മെത്തേഡ്സുകളും പല രീതിയിലുള്ള മെത്തേഡ്സുകളൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ രീതിയിൽ നല്ല രീതിയിൽ അളവുയുക്തമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വർക്കേഴ്സ് എക്സ്പോഷർ ആൻഡ് എംപ്ലോയി എഞ്ചിനീയർ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു തരത്തിലും അല്ലെ എന്തെങ്കിലും പൊട്ടിത്തെറികളൊന്നും ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടാവാം ലബോറട്ടറികളിലും കാര്യങ്ങളിലൊക്കെ അല്ലെ? തിയേറ്ററിലും എല്ലാവിടെയും നമുക്കറിയാം ചെറിയ രീതിയിലുള്ള കെമിക്കൽസും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും പല രീതിയിലുള്ള ഹസാർഡ്സ് അല്ലെ? അപകടം നിറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ചെറിയ രീതിയിലെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അവിടെയൊന്നും അപകടങ്ങളൊന്നും പെടാത്ത തരത്തിലായിരിക്കണം എഞ്ചിനീയേഴ്സ് ഒക്കെ അതെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ വർക്ക് പ്രാക്ടീസ് ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആവണം. അതനുസരിച്ചിട്ട് ആ പ്രൊസീജിയർ ക്രമം അനുസരിച്ചിട്ട് തന്നെയായിരിക്കണം കൈകാര്യം ചെയ്തു പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് സജീവമായിട്ട് കൺട്രോൾ ചെയ്ത് ഹസാർഡ്സ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഹെൽത്ത് അല്ലെ അവിടെ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ? എവിടെയും ഒരു ശുചിത്വത്തോട് കൂടിയിട്ട് നല്ല നിയന്ത്രണത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കണം ലഭ്യമാക്കി അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. Recognize and control hazards. Industrial hygienes recognize the engineering practice and administrative control are the primary means of reducing employees' exposure to occupational hazards. Okay. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലെ? എന്താണ് പ്രധാനമായിട്ടും അതെന്താന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ്, മുൻകൂട്ടി കാണുക, അംഗീകരിക്കുക, വിലയിരുത്തുക. എന്തിനു വേണ്ടിയിട്ട്?
ഇഞ്ചുറീസും ഇൽനെസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺട്രോളിംഗ് പവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഈ ശാസ്ത്രീയ അടിസ്ഥാനത്തിലെല്ലാം ഈ ശുചിത്വ പരിപാടി മുൻകൂട്ടി കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ്, റെക്കഗ്നൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വർക്ക് പ്ലേസ് കണ്ടീഷൻ ദാറ്റ് മേ കോസ് വർക്ക്സ് ഇഞ്ചുറി ഓർ ഇൽനെസ്. താഴേക്ക് നമ്മൾ പോന്നു കഴിയുമ്പോൾ വീണ്ടും അടുത്ത പാരഗ്രാഫിലേക്ക് പറയുകയാണെങ്കിൽ റെക്കഗ്നൈസ് ആൻഡ് കൺട്രോൾ ഹസാർഡ്സ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് recognize that engineering practice and administrative controls are the primary means of reducing employee exposure to occupational hazards. ഈ പറഞ്ഞ മാതിരി ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അപകടാവസ്ഥകൾ അല്ലെ പൊട്ടിത്തെറികളൊന്നും നേരിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എഞ്ചിനീയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഹസാർഡ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അപകടാവസ്ഥകളൊന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അല്ലെ. അതിനുള്ള ഒരു അംഗീകാരം ലഭ്യമാക്കുക, അതായത് അത് അംഗീകരിച്ച് അവരെ ഏതെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ICU-ലാണെങ്കിലും അല്ലെ. ഇൻ കേസ് നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ അത്ത ടൈമിൽ തന്നെ അവിടെ ഒരു മാനദണ്ഡം കീപ്പ് ചെയ്തു. കാരണം കൃത്യമായിട്ടുള്ള അകലം പാലിച്ചിട്ട് തന്നെയായിരിക്കണം രോഗികൾ വരേണ്ടത്. കൃത്യമായ മാസ്കുകളൊക്കെ ധരിക്കണം. ദെൻ അത് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ എക്യുപ്മെന്റോട് അല്ലെ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടായിരിക്കും അവര് ആ രോഗികളെ കൈകാര്യം ചെയ്ത്. സോ ആ മാനദണ്ഡങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അവിടെ നമുക്കറിയാം ഈ അപകടാവസ്ഥകളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. സോ എംപ്ലോയി എക്സ്പോഷർ ടു ഓക്യുപേഷൻ ഹസാർഡ്സിനെയാണ് നമുക്കറിയാം തൊഴിൽപരമായിട്ടുള്ള ഹസാർഡ്സിനെ ആ ഒരു അപകടാവസ്ഥയെയാണ് അത് തരണം ചെയ്തു പോകുന്നത്. Engineering controls lower employee exposure by either reducing or removing the hazards at the source of isolating the worker from the hazards. ഓക്കെ, നമുക്കറിയാം ചിലതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ തന്നെ മാറ്റി നിർത്തി തന്നെ കൈകാര്യം ചെയ്യും. വില്ലേജ് വേസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ കേസ് നമുക്കറിയാം കെമിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ എന്താണ് ലബോറട്ടറിയിലൊക്കെ ആണെങ്കിൽ സ്പില്ലേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ എവിക്ട് ചെയ്ത ഏരിയ എത്രയും പെട്ടെന്ന് എല്ലാവരെയും മാറ്റി നിർത്തണം അല്ലെ. ഐസൊലേറ്റ് ചെയ്യും ആ ഏരിയ. അതിനുശേഷമൊക്കെയാണ് നമുക്കറിയാം അവിടെ നിർമ്മാർജ്ജന അല്ലെ എന്താണ് ആ ഒരു വസ്തുക്കളേക്ക് എന്താണ് വേർതിരിച്ച് ഓരോന്നിനും ഹസാർഡ്സ് വേസ്റ്റിനൊക്കെ ഉള്ള രീതിയിൽ തന്നെ അതൊക്കെ വേർതിരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ തന്നെ അപകടാവസ്ഥയൊക്കെ തരണം ചെയ്ത രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് അല്ലെ പ്ലേസ് ഒക്കെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രിക്വേഷൻസ് ഒക്കെ എഞ്ചിനീയറിംഗ് അല്ലെ ഡിപ്പാർട്ട്മെന്റ്സ് അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ നമുക്കറിയാം. സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ റെസ്ക്യൂ ടീമാണ് അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതേമാതിരി തന്നെ ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ ഹസാർഡ്സുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്വേഷൻസ് നടപടികളൊക്കെ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അപകടാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് പറഞ്ഞു പോകുന്നത്. ദെൻ അതിൽ അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കൺട്രോളിനെ കുറിച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട്. എന്താണ് എൻഫോഴ്സിംഗ് വർക്ക് പ്രോസസ് ഓർ കൺഫൈനിങ് വർക്ക് ഓപ്പറേഷൻസ്, ഇൻസ്റ്റാളിംഗ് ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ് ആൻഡ് പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ജോലി അല്ലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുറപ്പായുടെ കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. എല്ലാ കാര്യങ്ങളും നോക്കിയാണ് അല്ലെ കൃത്യമായിട്ടുള്ള രീതിയിലാണ്. നമുക്കറിയാം ഹോസ്പിറ്റലില് ബിൽഡിങ് അതിന്റെ അത് മെയിൻ്റെനൻസ് വർക്ക് വരുമ്പോഴാണെങ്കിലും അതിന്റെ ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കറിയാം അല്ലെ ഓരോ ഓപ്പറേഷൻ തിയേറ്റർ വരെ സ്ഥാപിക്കേണ്ടത് എവിടെയാന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് എഞ്ചിനീയേഴ്സ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ CSD അല്ലെ നമ്മുടെ എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ എഞ്ചിനീയേഴ്സ് അത് കൃത്യമായിട്ടുള്ള സെന്ററിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഓപ്പറേഷൻസ് ഒക്കെ ആണ് നടത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം അല്ലെ. എൻക്ലോസിംഗ് വർക്ക് പ്രോസസ് ഓർ കൺഫേമിംഗ് വർക്ക് ഓപ്പറേഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്ലേസിലാണെന്നൊക്കെ ഉറപ്പ് വരുത്തണം. ഇൻസ്റ്റാളിംഗ് ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ് ഇവിടെ തീർച്ചയായിട്ടും എല്ലാത്തിനും അല്ലെ നമുക്കറിയാം തുറസായ രീതിയിൽ തന്നെ വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ
ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ലേബർ റൂമിലാണെങ്കിലും ഐസിയിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും നമ്മൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പറയാറുണ്ട് അല്ലെ. കൃത്യമായിട്ടുള്ള ലൈറ്റ് വേണം, കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം വേണം അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെയായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഇടവേളകളിൽ തന്നെ എക്യുപ്മെന്റ്സുകളൊക്കെ എന്തെങ്കിലും റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേടുപാടുകളൊക്കെ നീക്കി കൃത്യമായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോഴെന്താണ് വലിയ അപകടാവസ്ഥകളൊന്നും ഉണ്ടാവില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രമം അവിടെയുണ്ട് അല്ലെ. എഞ്ചിനീയേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എക്യുപ്മെന്റ്സ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് തന്നെയായിരിക്കും കീപ്പ് ചെയ്ത് വെക്കുന്നത്. പീരിയോഡിക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ ഒരു പൊട്ടിത്തെറിപ്പുകളോ അല്ലെങ്കിൽ അപകടാവസ്ഥകളോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ലാതെ അവശേഷിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ് ഫസ്റ്റ്ലി നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ വർക്ക് പ്രാക്ടീസ് കൺട്രോൾ ഉണ്ട്. അത് നമുക്കറിയാം ഈ പറഞ്ഞ അപകടാവസ്ഥ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്ന വർക്ക് പ്രാക്ടീസ് കൺട്രോൾ എന്താ പറയുന്നത്, ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ദാറ്റ് മിനിമൈസ് എക്സ്പോഷർ വൈൽ ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ്. ഓക്കെ, നമ്മൾ ഇവിടെ പറയാണ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഒന്നല്ല, മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. നമ്മള് ആദ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തല്ലോ, അത് ഇച്ചിരി ഇന്നലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എടുത്തത് ഇച്ചിരി കൂടുതലാണെങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ, കാരണം ആ ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള നടത്തിപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ. പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല, എന്നാലും ക്ലിയറായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങളോട് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് പോകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എങ്കിലും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് പോവാം. വർക്ക് പ്രാക്ടീസ് കൺട്രോൾ നോക്കാം. അതായത് following proper procedures that minimize exposures while operating production and control equipment. ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം എടുത്തതിൽ നോട്ട് ചെയ്ത് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പോയിന്റ്സ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, ഇനി ഇതിൽ അധികം അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഈ ഭാഗം ചെറിയ ഇതായിട്ട് എനിക്ക് ഫെസിലിറ്റി അതേമാതിരി തന്നെ സെക്യൂരിറ്റിയും ഒക്കെ കാര്യങ്ങളൊക്കെ ആണല്ലോ. ജസ്റ്റ് നോക്കാം. Following proper procedure that minimize exposure while operating production and control equipment. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പൊട്ടിത്തെറികളും അല്ലെങ്കിൽ എന്താണ് കൺട്രോൾ എക്യുപ്മെന്റ്സിനൊക്കെ ഒരു കൺട്രോളിങ്ങോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്പെക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോസസ് ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. എപ്പോഴും അത് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ, വർക്കിംഗ് ആണോ അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. Then implementing good housekeeping procedures. Okay, എല്ലാ കാര്യങ്ങളും ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ നല്ല രീതിയിലുള്ള നടപ്പാക്കലായിരിക്കണം. എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാ സാധാരണ ഇന്ന രീതിയിലൊക്കെ അടക്കിടക്കി സൂക്ഷിച്ചു വെക്കണം. അപ്പൊ നമുക്കറിയാം ഏത് എക്യുപ്മെന്റ് ആണെങ്കിലും ഏത് സംഭവമാണെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലേസിൽ നിന്ന് തന്നെ നമുക്ക് അത് കൊണ്ടുവരാനും അത് അല്ലെ സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും അവിടെ നേരിടേണ്ടി വരുന്നില്ല. Then providing good supervision. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൂപ്പർവിഷൻ നടപ്പാക്കുക. അതായത് എല്ലാം ഓക്കെയാണ്, ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളും ഓക്കെയാണോ, എക്യുപ്മെന്റ്സ് ഇടയ്ക്കൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് എല്ലാം തന്നെ ഒരു സൂപ്പർവൈസറുടെ മേൽനോട്ടത്തിലൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പോവുക. Then managing the eating, drinking, smoking, chewing, tobacco, or gums and applying cosmetics is regulated areas be prohibited. ഓക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം എക്സ്റേയും അങ്ങനത്തെ അല്ലെ പ്രത്യേകമായിട്ടുള്ള സെന്ററുകളിലൊക്കെ അത് പ്രൊഹിബിറ്റഡ് ഏരിയ എന്നുള്ളത് അല്ലെ നിരോധിച്ചിരിക്കുന്ന ഏരിയ ആണെന്ന് കൃത്യമായിട്ട് തന്നെ ലേബൽ വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ലേബലുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക.
അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അപകടാവസ്ഥകൾ അല്ലെങ്കിൽ നമുക്കറിയാം അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും അല്ലെ. കാണുന്ന സ്ഥലത്തൊക്കെ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലെ വെള്ളം ഒക്കെ കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും അണുക്കളൊക്കെ ഉണ്ടാവാനായിട്ടും രോഗിക്കാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ അണുക്കളുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെ അത് വന്ന് ജേഴ്സുകളൊക്കെ വന്ന് നമുക്കറിയാം അതിൽ നിന്ന് രോഗിക്ക് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ അത് പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള അല്ലെ ശുചിത്വ പരിപാലനത്തോട് കൂടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടോപ്പിക്കാണ്. അതായത് ഹസാർഡ്സിന്റെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഹസാർഡ്സ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള ഹസാർഡ്സ് ആണെന്നുള്ള ചോദ്യം പലപ്പോഴും കാണാറുണ്ട്. സോ അത് ഒന്ന് നെക്സ്റ്റ് ഡേ നമുക്ക് അതെടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒരു വൈകിട്ട് നമുക്ക് എടുക്കാനുണ്ട്. ഇനി നമുക്കൊരു കൺട്രോൾ കൂടി നോക്കാം. ഈ പറഞ്ഞ കുറച്ച് കൺട്രോള് നമ്മൾ കണ്ടു. അതായത് എഞ്ചിനീയറിംഗ് കൺട്രോള് നമ്മൾ കണ്ടു. അല്ലെ, കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് അല്ലെ. അവിടെ നമ്മള് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കൺട്രോൾ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വർക്ക് പ്രാക്ടീസ് കൺട്രോൾ അല്ലെ. കുറച്ച് വർക്ക് കാര്യങ്ങൾ, അതായത് കുറെ ചുമതലയുള്ള വ്യക്തികളൊക്കെ നിയോഗിച്ച് ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും ഒക്കെ കൈകാര്യമൊക്കെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കുറെ കൺട്രോളിങ് വരും. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു കൺട്രോളിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ ശുചിത്വത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്കാണ് നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ നോക്കാം. Then effective work practice and or engineering control are not feasible to achieve the permissible exposure limit. Why such controls are being instituted and in emergencies, appropriate respiratory equipment must be used. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എഞ്ചിനീയറിംഗ് കൺട്രോളും ഈ പറഞ്ഞ മാതിരി പൊട്ടിത്തെറിയൊന്നും വരാത്ത രീതിയിൽ പേഴ്സണലിനൊക്കെ നിയോഗിച്ച് അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അതിനപ്പുറം കുറച്ചും കൂടി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കുറച്ചും കൂടി കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ എമർജൻസീസ് അല്ലെ, അവിടെ എമർജൻസീസ് സിറ്റുവേഷൻസ് വരുമ്പോൾ നല്ല രീതിയിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അപ്രോപ്രിയേറ്റ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ് മസ്റ്റ് ബി യൂസ്ഡ്. ഓക്കെ, നമുക്കറിയാം വരുന്ന രോഗികളെല്ലാം തന്നെ എന്തെങ്കിലും അണുബാധയും എന്തെങ്കിലും ഇൻഫെക്ഷനും കൊണ്ടായിരിക്കും ഏത് രോഗികളും വരുന്നത് അല്ലെ. അപ്പൊ ഈ രോഗാവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വർക്കേഴ്സിനാണ് കുറച്ച് കൂടുതൽ അല്ലെ നേരത്തെ കൂടി നല്ല രീതിയിൽ മുൻകരുതലോട് കൂടിയിട്ടായിരിക്കണം ഏതൊരു രോഗിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം എന്തെങ്കിലും അണുക്തമാക്കുക അല്ലെ, എന്തെങ്കിലും രീതിയിൽ അണുക്കളോട് കൂടിയിട്ടായിരിക്കും അവർ വരുന്നത്. അല്ലാതെ രോഗാവസ്ഥ ഇല്ലാതെ അവര് ഒന്നും ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ട ആവശ്യകതയില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് എടുത്ത് തന്നെയായിരിക്കണം അവിടെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിന്. സോ അപ്രോപ്രിയേറ്റ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ് മസ്റ്റ് ബി യൂസ്ഡ് അല്ലെ. അവിടെ നമുക്കറിയാം ശ്വാസ തടസ്സങ്ങൾ അല്ലെങ്കിൽ ശ്വാസപരമായിട്ട് തന്നെ നമുക്കറിയാം നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രോഗിയിൽ നിന്ന് തന്നെ അണുക്കള് ഈ പറഞ്ഞ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അവിടെ അതിനു വേണ്ടി മുൻകരുതലുകളൊക്കെ എടുക്കണം. ഇൻ അഡീഷണൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് ആസ് ഗ്ലോവ്സ്, സേഫ്റ്റി ഗോഗിൾസ്, ഹെൽമെറ്റ്സ്, സേഫ്റ്റി ഷൂസ്. ഓക്കെ,
നമുക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. നമ്മളിത് പല ക്ലാസ്സിലും അല്ലെ പല ക്ലാസ്സിലും നമ്മൾ പഠിച്ചേക്കുന്നതാണ്. സോ അതനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ ഇതെല്ലാം വേണം അല്ലെ. ഗ്ലൗസുകള്, സേഫ്റ്റി ഗോഗിൾസ്, ഹെൽമെറ്റ്, സേഫ്റ്റി ഷൂസ് ഒക്കെ ഞാൻ പറയേണ്ടതുണ്ടോ? ഗോഗിൾസ് എന്ന് വെച്ചാൽ എന്താണ്? സേഫ്റ്റി ഗോഗിൾസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്ലൗസുകള്, കയ്യുറകള്, സേഫ്റ്റി ഗോഗിൾസ്, ഓക്കെ, ഐക്ക് പ്രൊട്ടക്ട് കിട്ടാൻ വേണ്ടിട്ട് അല്ലെ. അപ്പൊ സേഫ്റ്റി ഗോഗിൾസ്, ഹെൽമെറ്റ് അല്ലെ, തലക്ക് നമുക്കറിയാം യാതൊരു തരത്തിലും അണുക്കളൊന്നും വരാതെ തന്നെ അല്ലെ. സേഫ്റ്റി ഷൂസ് നമുക്കറിയാം കാലിലൂടെയൊന്നും അണുക്കള് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് മേ ഓൾസോ ബി റിക്വയർഡ്. തീർച്ചയായിട്ടും നമുക്കറിയാം ധരിക്കേണ്ട ഗൗണുകളെല്ലാം തന്നെ ധരിച്ചിട്ട് ആയിരിക്കണം രോഗികളെ കൈകാര്യം ചെയ്യാനായിട്ട്. അത് ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ അത് കീപ്പ് ചെയ്തവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണം. To be effective, personal protective equipment must be individually selected, properly fitted and periodically refitted. ഓക്കെ, നമുക്കറിയാം അത് ഓരോ യൂസേഴ്സിനും ഉപയോക്താക്കൾക്ക് അനുയോജ്യമായി. ചിലർക്കൊക്കെ അലർജിക്ക് ഉണ്ടാവും ചില ഗ്ലൗസുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് ലഭ്യമാക്കേണ്ടതുണ്ട്. Constitutionally and properly worn, regularly maintained and replaced as necessary. ഓക്കെ, അതില് പ്രധാനമായിട്ടും പറയുന്നത് കൃത്യമായ രീതിയിൽ അത് ധരിക്കാൻ, കൃത്യമായ രീതിയിൽ റെഗുലർ ആയിട്ട് എന്തെങ്കിലും ചിലപ്പോ അല്ലെ ചീത്തയായതോ അല്ലെങ്കിൽ എക്സ്പയർഡേറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ അത് കീപ്പ് ചെയ്ത് വെക്കണം. ദെൻ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സിന് അല്ലെ പ്രൊട്ടക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോഴാണെങ്കിലും രോഗികളെയും നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഈ മാസ്കും കാര്യങ്ങളൊക്കെ ഗൗൺസ് ഒക്കെ ധരിപ്പിച്ചിട്ടാണ് അല്ലെ അവിടെ റേഡിയേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് രോഗിക്കും കൊടുത്തിട്ടാണ് അവിടെ റൂമിലേക്കൊക്കെ കയറ്റുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം അവിടെ കരുതി അവർക്ക് കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, വേറല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും കൂടി ഓക്കെയാണോ? ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അബ്രിവേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഇതിലും വന്ന് ചോദിക്കാമെന്ന് പറയരുത്. PPE എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.